അന്ന് വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി അന്ന് വെറും ഹിരൺദാസ് മുരളിയാണ്. അന്ന് ഏതോ കോളനിയിൽ കൂലിപ്പണിക്ക് അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്നൊരു പാമ്പിടിച്ച പയ്യൻ മാത്രമായിരുന്നു വേടൻ. എന്നാൽ 2022, 23, 24, 25 ആയപ്പോഴേക്കും വേടൻ എന്നൊരു പേര് ഒരു കേരളക്കാരെ ഒന്നാകെ അല്ലെ കേരളത്തിന് പുറത്തും ഒരു ബ്രാൻഡായിട്ട് മാറി. ആ ബ്രാൻഡായിട്ട് മാറിയപ്പോഴാണ് ഈ ഡോക്ടറിന് മനസ്സിലായത്, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ, ഇത് എൻ്റെ കയ്യിൽ ഇരുന്നായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പണം കിട്ടിയേനല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഫേമസ് ആവാമായിരുന്നല്ലോ. ഈ ചിന്താഗതിയിൽ കൂടി തന്നെയല്ലേ വേടനെതിരെ പരാതി കൊടുക്കാനായിട്ട് ഇവരെ മുന്നിലേക്ക് നയിച്ചൊരു ഘടകമെന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, വേടനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങും എത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അതിനെ കൂട്ടുപിടിച്ചതാണ് സംഘികളെ. എനിക്ക് തോന്നി ഈ പെൺകുട്ടിക്ക് ഇപ്പോഴും വേടനോട് ഒരു വിരോധം ഉണ്ടാവില്ല. എന്നാൽ വേടനോട് വിരോധമുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്നും ഉന്നത കുലജാതരാണ്, ജനങ്ങളെ സേവിക്കുന്ന പ്രജകളാണ് ജനങ്ങൾ, ഞാൻ രാജാവാണെന്നൊക്കെ വിചാരിക്കുന്ന ചില നാറിയ മനസ്സുള്ളവരുണ്ട്. ഇവരെ പോലെയുള്ള ആളുകളുടെ കൂട്ടമാണ് സംഘി കൂട്ടത്തിലുള്ളത്.